മക്കളെ, നിങ്ങളുടെ ജീവിതം ശൈത്വാന് നിങ്ങൾ എഴുതി കൊടുക്കരുത്. പടച്ചോൻ ഇഷ്ടല്ല രൂപത്തിലേ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ. ശൈത്താൻ എഴുതി കൊടുക്കരുത്. ഞാൻ എന്തുകൊണ്ട് പറയുന്നു മനസ്സിലാക്കാം. ഞാൻ ഇന്നും ആലോചിക്കുന്നു. നല്ല ഒരു ഖുത്ബ കഴിഞ്ഞ് പലരും വന്ന് ഖുത്ബ കഴിഞ്ഞ് പല ആളുകളും വന്ന് സംസാരിക്കുന്നതിനിടയിൽ നല്ല ഒരു പിതാവ് വന്നിട്ട് പറഞ്ഞു, മൗലവി അല്പനേരം എനിക്കൊന്ന് സംസാരിക്കണം, ഞാൻ എൻ്റെ മക്കളോട് പറയട്ടെ, നിങ്ങൾ കേൾക്കണത്. അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ ഉപ്പ പള്ളിയുടെ സൈഡിലേക്ക് മാറ്റി, ആളുകളൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് പറഞ്ഞു, മൗലവി ഞാൻ എൻ്റെ കുടുംബത്തെ അത്രയും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടാണ് കൊണ്ടടക്കുന്നത്. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ടൂർ പോകും, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. ഞാൻ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എൻ്റെ മകൾ ഇതാ മറ്റൊരു പുരുഷന്റെ കൂടെ മിനിയാന്ന് പിടിക്കപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറയാൻ, വാപ്പാ ഞങ്ങൾ തമ്മിൽ 2-3 കൊല്ലത്തെ ബന്ധമുണ്ട്, ഞങ്ങളെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ ബന്ധവുമായിട്ട് തുടർന്നു പോകും. അതുകൊണ്ട് വെറുതെ അങ്ങാടിയിൽ പറഞ്ഞ് അപമാനപ്പെടുത്താൻ നിൽക്കണ്ട, ഞങ്ങളുടെ കല്യാണം നിങ്ങൾ പെട്ടെന്ന് നടത്തി തന്നാൽ സമാധാനത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വഷളാകും, നിങ്ങൾ അപമാനിതനാകും. ഞാൻ അത്ഭുതത്തോടുകൂടി ആ വാപ്പയെ ഞാൻ ആലോചിച്ചു. നല്ല ഉരുക്കുള്ള മനുഷ്യൻ, നല്ല ഹൈറ്റും. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ പകുതിയേ ഉള്ളൂ, അത്രയും കരുത്തുറ്റ മനുഷ്യൻ, ആരോഗ്യമുള്ള മനുഷ്യൻ. പക്ഷെ ഒരു കൊച്ചു കുട്ടിയെ പോലെ അദ്ദേഹത്തിന്റെ മകന്റെ പ്രായമുള്ള എന്നെ പിടിച്ച് അണച്ചു ചേർത്ത് വിതുമ്പിക്കരയാൻ. അദ്ദേഹത്തിന്റെ അവസാനത്തെ ചോദ്യം, ഞാൻ എന്താ മൗലവി ചെയ്യാ? ഞാൻ എന്താണ് ചെയ്യാ? ഞാൻ ഇത്രയും കാലം എന്റെ മകളെ സ്നേഹിച്ചു പൊന്നുപോലെ വളർത്തിയിട്ട് അങ്ങാടിക്കാർ പിടിച്ചു കൊണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടാകാൻ മാത്രം എന്താണ് എനിക്ക് എന്റെ ജീവിതത്തിൽ പറ്റിയത്? ഞാൻ എന്റെ മക്കളോട് പറയണം, മക്കളെ ശരിക്കും മനസ്സിലാകാൻ വേണ്ടി പറയണം, അള്ളാഹു ഒരു കാര്യം തെറ്റാന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അതിനു വേണ്ടി ന്യായീകരിച്ചാലും അത് ശരിയാവുകയുമില്ല, ആ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല. നമ്മുടെ അങ്ങാടികളിൽ മുഴുവൻ നബിദിനാഘോഷം നടക്കല്ലേ? തൃശൂർ ജില്ലയിലെ ആയിരക്കണക്കിന് പള്ളികളിൽ ഇന്ന് പ്രവാചകന്റെ ജന്മദിനാഘോഷം നടത്തുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നടത്താത്തത്? അത് അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്തതാണ്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഒരാൾ ബിദ്അത്ത് പുതിയതായിട്ടൊരാഘോഷം തുടങ്ങി, യറാഹ ഹസന, അത് നല്ലതാണ്, പുണ്യമാണ്, ദിക്റാണ്, ദുആയാണ് എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയാലും ഫഖദ് സഅമ അന്ന മുഹമ്മദ് ഖദ് ഖാന ഫീ റിസാലത്തിഹി, യഥാർത്ഥത്തിൽ അയാൾ വാദിക്കുന്നത് മുഹമ്മദ് നബി ഇസ്ലാം പൂർണ്ണമായും പഠിപ്പിച്ചു തരാതെ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയ വഞ്ചന കാണിച്ച നബിയാണ് എന്ന് പറയുന്നത് സമാനമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങാടി മുഴുവൻ ചെയ്താലും നമ്മൾ ചെയ്യാതെക്കുന്നത്. കാരണം സത്യം കുറച്ചാണെങ്കിലും അവിടെ നിൽക്കണം. ഇത് തന്നെയാണ് അവിഹിത ബന്ധത്തിലും. ക്യാമ്പസ്, സിനിമ, ഷോർട്ട് ഫിലിം, ശൈത്താന് ഒക്കെ പറയും വിവാഹത്തിന്റെ മുമ്പുള്ള ബന്ധം കുഴപ്പമില്ല. അല്ലാഹ് പറയണം എന്തറിയോ? വിവാഹത്തിന് ശേഷം പ്രേമിക്കണം, വിവാഹത്തിന് ശേഷം ടൂർ പോകണം, വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ച് ഹണിമൂൺ പോകണം, വിവാഹത്തിന് ശേഷം നിങ്ങൾ ശരീരങ്ങൾ പങ്കുവെക്കണം, വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ചുറങ്ങണം, വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യണം. എന്നാൽ വിവാഹത്തിന്റെ മുമ്പ് ഇത് ചെയ്യരുത്. നാട്ടിലെല്ലാവരും പറയും ചെയ്താൽ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചെയ്യരുത്. അള്ളാഹുവിനെയാണ് സ്നേഹിക്കേണ്ടത്, അള്ളാഹിനെയാണ് സ്നേഹിക്കേണ്ടത്. പെൺകുട്ടികൾക്ക് ഒരു കാര്യം കൂടി ബോധ്യപ്പെടാൻ വേണ്ടി പറയാൻ, ഇഷ്ടത്തോടുകൂടി പറയാൻ, പെൺകുട്ടികളെ നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി പറയാൻ, ഒരു ആൺകുട്ടി നിങ്ങളുടെ ശരീരത്തിൽ തൊടണം എന്ന് വിചാരിക്കുന്നു, അയാൾ കൊടുക്കുന്നു, നിങ്ങളെ തൊടണം, നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കണം, നിങ്ങളുടെ ഔറത്തു കാണണം, അവന്റെ ബൈക്കിന്റെ പിന്നിൽ വെച്ച് പോകണം, ആരും അറിയാതെ നിങ്ങളോടൊപ്പം അല്പനേരം സുഖിക്കണം. ഞാൻ നേർക്കുനേരായിട്ട് പറയണത്, നേർക്കുനേരെ പറയുന്നു. എനിക്ക് പറയാൻ അധ്യാപകൻ എന്നുള്ള നിലയിൽ 8, 9, 10 ക്ലാസുകളിൽ മാത്രം 1800 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കലാലയത്തിലെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അധ്യാപകനായി എനിക്ക് ഈ പറയുന്നതിൽ മുതിർന്നോൽക്ക് തോന്നും, എന്തിനാ ഷാഹിദ് മുസ്ലിം ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ഇങ്ങനെ പറയുന്നത്? ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, വാപ്പാരെ ഇതിന്റെ മുകളിൽ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം നമ്മളെ മക്കൾക്ക്. കാരണം മക്കൾ എത്തിപ്പെട്ട സ്റ്റേജ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഒരു ആൺകുട്ടി നിങ്ങളുടെ ശരീരം പങ്കുവെക്കാനും, നിങ്ങളെ തൊടാനും, നിങ്ങളെ ഉമ്മ വെക്കാനും, നിങ്ങളുടെ നഗ്നത കാണുവാനും, നിങ്ങളെ തോന്നിവാസം ചെയ്യുവാനും ഒരു ആണ് കൊതിച്ചാൽ, കൊതിച്ചു എന്ന് വെക്കുക, ഞാൻ പെൺകുട്ടികളുടെ പറഞ്ഞു, കൊതിച്ചു നോക്കുക, അവൻ നിങ്ങളെ തൊടാൻ വന്നു, നിങ്ങളെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ അടിക്കും, അല്ലെങ്കിൽ കൊതറിപ്പോവും.
അവൻ നിങ്ങളുടെ ശരീരം കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ വാപ്പാണ്ടും ആങ്ങളോടും പറയും, അവന് നന്നായി ശരീരം വേദനിക്കും. നിങ്ങളുടെ പിന്നിൽ അവൻ നടന്നു. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്താൽ, സ്കൂളിൽ കംപ്ലൈന്റ് ചെയ്താൽ അവൻ പിടിക്കപ്പെടും. ഒരു തോന്നിവാസവും അവന് സാധ്യമല്ല. ബുദ്ധിയുള്ള ഒരാണെന്താ ചെയ്യാറിയോ പെൺകുട്ടികളെ? അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ബുദ്ധിയുള്ള ഒരാണെന്താ അറിയോ? നിങ്ങളെ പ്രേമിക്കും, നിങ്ങളുടെ പിന്നാലെ വരും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, സ്നേഹത്തിന്റെ സ്മൈലികളിടും. അവസാനം ഏതെങ്കിലും 2-3 പെൺകുട്ടികളെ പറഞ്ഞയച്ച് നിങ്ങളെ അവൻ പ്രേമിക്കും. പ്രേമിച്ചു കഴിഞ്ഞാൽ ഇന്നലെ അവൻ തൊട്ടപ്പോൾ അടിച്ച നിങ്ങൾ വീണ്ടും തൊടാൻ വേണ്ടി ദേഹം കാണിച്ചു കൊടുക്കും. ഇന്നലെ അവനെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത നിങ്ങൾ ബാപ്പയെയും ഉമ്മയെയും വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച് വീടിന്റെ സൈഡിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുവരും. ഇന്നലെ വരെ വെറുപ്പാണ് അത്തരമൊരു കാര്യം ആലോചിക്കുന്നത് എന്ന് പോലും പറഞ്ഞ നിങ്ങൾ അവനവന്റെ വീട്ടിൽ വാതിലുകൾ കുറ്റിയിട്ട് ഫോണിലൂടെ വീഡിയോ കോളിലൂടെ തല പോലും മറക്കാതെ മറ്റൊരാളുടെ മുന്നിൽ ഔറത്ത് കാണിച്ചു നിൽക്കും. അഥവാ ഒരു ആണിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും പൂർത്തിയാക്കിയവൻ ഏതിലൂടെ? പ്രേമം എന്ന വഞ്ചനയിലൂടെ. അത് തിരിച്ചറിയാൻ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും +2-ലും ഡിഗ്രിക്കും MBBS-നും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, മുസ്ലിം വിദ്യാർത്ഥിക്ക്, ഈമാനും തഖ്വയും ബുദ്ധിയുമുള്ള ഒരു വിദ്യാർത്ഥിക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതല്ല പറഞ്ഞെന്നിട്ടും അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ദുരന്തമാണ് റെയിൽവേ ട്രാക്കിൽ കണ്ടത്. അതിന്റെ ദുരന്തമാണ് ആസിഡുകൾ മുഖത്തേക്കൊഴിച്ചത് കണ്ടത്. അതിന്റെ ദുരന്തമാണ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് കണ്ടത്. അതിന്റെ ദുരന്തമാണ് കഴുത്തിലൂടെ കഠാര കയറ്റി കണ്ടത്. അത് അല്ല പറഞ്ഞെന്നിട്ടും കേൾക്കാത്തതുകൊണ്ടാണ്.